ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരുമറ്റക്കോട് മണ്ഡലം 16-ാം വാർഡ് സമ്മേളനം നടത്തി. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ വിമർശിക്കുമ്പോൾ വിമർശനം ഉൾക്കൊള്ളാൻ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു ഭരണാധികാരി സ്വീകരിക്കുന്ന നിലപാട് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഭരണകൂടമാണ് രണ്ടുകൂട്ടം, കേന്ദ്ര സംസ്ഥാനം. രണ്ടിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി വാഴ്ത്തുപാട്ട് ഞാൻ സന്തോഷിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയം അങ്ങനെയാണ്. ആളുകളെ ഉപസ്ഥിതി പറയും, സത്യം പറയാതിരിക്കുക, യാഥാർത്ഥ്യം പറയാതിരിക്കുക. ജനാധിപത്യത്തിന്റെ ഭാഗമാണ് സത്യവും യാഥാർത്ഥ്യവും തുറന്നു പറയുക. അതൊക്കെ പറയേണ്ടി വരും. അത് പറയാനുള്ള അവകാശം ഇന്ത്യയിലുണ്ട്. ആ അവകാശത്തിന് വിരുദ്ധമായി നേതാക്കന്മാരെ മുഖസ്തുതി പാടി നേതാക്കന്മാരെ പണിയെടുത്ത് അല്ലെങ്കിൽ അത് ജനങ്ങളുമായി വിശദമായി ഒരു മുഖ്യമന്ത്രി എന്ന ഈ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പുകഴ്ത്താൻ അല്ലെങ്കിൽ മുഖസ്തുതി പറയാൻ അല്ലെങ്കിൽ പുറത്തുമായിട്ട് പ്രവർത്തനപ്പെട്ട മുഖ്യമന്ത്രിയാണോ ഇത് നേരിടുന്നത് എന്നുള്ള ആലോചന TV കാണുന്ന ആളുകളാണ്, പത്രം വായിക്കുന്ന ആളുകളാണ്. ഇതുപോലെ ഒരു മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, വിപ്ലവകാരികളുടെ സാധാരണക്കാരുടെ തൊഴിലാളികളുടെ പാർട്ടിയുടെ പ്രതിനിധിയായ മുഖ്യമന്ത്രിയായ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ വാഴ്ത്തുപാട്ട് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് തിരുവാതിരയുടെ കാലം മുതൽ നമ്മുടെ അവരുടെ ദേശീയ കിടപ്പുകളുടെ കാലം മുതൽ കേരളം ഉണ്ടായിരുന്ന പിണറായി വിജയൻ ഉണ്ടായതുകൊണ്ടാണ് പറഞ്ഞത്. 63-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതത്തിലും കഥകളി സംഗീതത്തിലും മാപ്പിളപ്പാട്ടിലും A ഗ്രേഡ് നേടിയ ഗോപികയെ ചടങ്ങിൽ ആദരിച്ചു. സംവിധായകൻ റഫീഖ് ബ്ലസ്സിയെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു. DCC ജനറൽ സെക്രട്ടറി P. മാധവദാസ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് സുധീഷ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മണി ഹാജി, UDF ചെയർമാൻ മുഹമ്മദ് കുഞ്ഞി, പഞ്ചായത്ത് മെമ്പർമാരായ PA വാഹിദ്, P. റഷീദ, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മാനു വട്ടുള്ളി, AP ഉണ്ണി, ഇസ്മയിൽ, മൈനോരിറ്റി മണ്ഡലം പ്രസിഡന്റ് AP മരക്കാർ, ബ്ലോക്ക് സെക്രട്ടറിമാരായ ജനാർദ്ദനൻ, സുലൈമാൻ, ഹംസ, ഷാജി പെട്ടിക്കട, ഷജീർ, രവീന്ദ്രൻ, റജീബ്, റഫീഖ്, സോണി തുടങ്ങിയവരും സംസാരിച്ചു. മാലതി ടീച്ചർ നന്ദി രേഖപ്പെടുത്തി.